ഹലോ മേഡം, ഒന്ന് എഴുന്നേറ്റാലും. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു? അയ്യോ, സമയം ഒരുപാട് വൈകിയോ? സമയം ഒരു 5:30 കാണും, അത്രേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ പോകുന്നില്ലേ മനുഷ്യ? രശ്മി ഇപ്പൊ തന്നെ എഴുന്നേറ്റുണ്ടാവും. ചെല്ലു ചെല്ലു, വേഗം പോ. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാ ഞാൻ പോയേക്കാം. രാവിലെ തന്നെ ഭക്ഷണമെല്ലാം റെഡിയാക്കിയപ്പോൾ എന്താ ഒരു സമാധാനം. അത് ശരിയാ, ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടിയില്ല. കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടോ എന്തോ. ഗൗരവമോൾ അവിടെ? മോൾ ഈ സമയത്ത് അടുക്കളയിലേക്ക് വരണ്ടയാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ അവളെ നോക്കിയില്ലേ ലക്ഷ്മി? ഉറക്കമാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. താനാ ആളെ വരുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ വിളിക്കാൻ പോകാനിത്. അവളെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. തൽക്കാലം അവൾ ഇത്രയൊക്കെ ഉറങ്ങിയാൽ മതി. നേരെ നിന്നോളം വെളുത്തല്ലോ, ഇനി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യം തന്നെയില്ല. ഗൗരി ഇങ്ങ് വന്നിട്ടുണ്ട്. എന്താണ് രാവിലെ എന്നെ പറ്റിയിട്ട് ചർച്ച? മോൾ എഴുന്നേറ്റ് വന്ന് ലേറ്റ് ആയില്ലേ, അതിനെപ്പറ്റി പറഞ്ഞേ, അല്ലാതൊന്നുമില്ല. എടാ നന്ദു, നീ ഇതെവിടാ? രാവിലെ നിനക്ക് എന്തിൻ്റെ കേടാണ്? ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എടാ, അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേഗം തിരിച്ചു പോകണം. നമ്മളവിടെ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ദിവസമായില്ലേ, എങ്ങനെയാ കാര്യം? ആക്ച്വലി തിരിച്ച് പാക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ചിന്തിച്ചതാണ്. പിന്നെ വിചാരിച്ച് ഒരു മടി, എന്തായാലും പാക്ക് ചെയ്യണം. മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, പിന്നെ ഞാൻ മൈൻഡാക്കിയില്ലെന്നേ ഉള്ളൂ. എന്തായാലും പോകണമല്ലോ. നീ എന്താണ് നന്ദു അവിടെ നിന്ന് കഥകളി കളിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. അത് പിന്നെ വെച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ജോലിക്ക് തിരിച്ച് കയറണം. ഇതിപ്പോൾ കുറേ ആയില്ലേ. അല്ലതെന്തോ ഒരു 2-3 ദിവസം കൂടി. അല്ല, നിന്റെ നിശ്ചയം നടത്തി വെക്കാനായിരുന്നു. നിശ്ചയമോ? ആരുടെ? എൻ്റെയോ? ചുമ്മാ തമാശ പറയല്ലേ അച്ഛാ? തമാശ പറഞ്ഞില്ല, നിന്റെ അച്ഛൻ കാര്യമായിട്ടാണ് പറഞ്ഞു. നിന്റെ ലാവണ്യയുടെ നിശ്ചയം നടത്തി വെക്കാമെന്ന് വിചാരിച്ചു. ജാതകപ്പുറത്തെ നോക്കിയിട്ടേ ഉള്ളൂ, എങ്കിലും അത് നീ പോകുന്നതിന് മുന്നേ നടത്താമെന്ന് വിചാരിച്ചു. എന്തോന്ന്? ലാവണ്യ? എനിക്കൊന്നും വേണ്ട. ഞാൻ എപ്പോഴേലും പറഞ്ഞു? അയ്യോ, ചെറിയമ്മയുടെ ഐഡിയ ആണെങ്കിൽ മടക്കി പോക്കറ്റ് വെച്ചേക്കാൻ പറ. എന്നെ കൊണ്ടൊന്നും വയ്യ. അച്ഛൻ വീശിക്കൊണ്ടിരിക്കാനൊന്നും പറയച്ച. അതിന് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ സമ്മതിയില്ലാതെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അച്ഛൻ മാസ് അടിപൊളി. മാസൊക്കെ കഴിക്കട്ടെ. എൻ്റെ പൊന്നു രാത്രി എങ്ങോട്ടാ പോയത്? ഇവിടെയുള്ളവരെല്ലാവരും അന്തന്മാരൊന്നും വിചാരിക്കരുത്. അന്ന് ഞാൻ ഉറക്കത്തിൽ നിൽക്കുന്നത് സത്യം. പക്ഷെ നടപ്പത്ര ശരിയല്ലല്ലോ അല്ലേ മാധവേട്ട? അതൊക്കെ തന്നെ. എന്തായാലും നീ ജാതകം കൊടുത്തോ, നമുക്ക് നോക്കാം. ലക്ഷ്മി, നിന്റെ മോൻ പോയ വഴി പുല്ല് പോലും മുളയ്ക്കില്ല തോന്നുന്നു. നീ പിള്ളേരെ വേണ്ട സാധനങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ഹെൽപ്പർ ഗൗരി ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ മറന്നിട്ടുണ്ടാവില്ല. എന്നാ പിന്നെ എല്ലാവർക്കും ശരി, പോയിട്ട് വരാം. ബായ്. ഇനിയിപ്പോ കല്യാണ ചടങ്ങുകളൊക്കെ ഇവിടെ വരാനുള്ളതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ഇങ്ങ് പോരാലോ. എല്ലാരും നേരത്തെ ഇന്ന് എത്തിയേക്കണം സമയമാകുമ്പോൾ. പിന്നെ നമുക്ക് ഇന്നന്തോനെ കൂടെ വേഗം പിടിച്ചങ്ങ് കെട്ടിക്കണം. മുത്തശ്ശി ഡോണ്ടു അത് മാത്രം വേണ്ട. ഞാൻ പോയിട്ട് വരാം. ബൈ. അപ്പൊ പിന്നെ ബായ്. ശരി, ഞങ്ങൾ അന്ന് ഇറങ്ങുവാണേ. ബായ്. എടാ, സൂക്ഷിച്ച് പോകണം കേട്ടോ. പിന്നെ തന്നെ ഈ കാന്താക്കൾ നോക്കി പോകണം. പിന്നെ അല്ലാണ്ട് സൂക്ഷിച്ചിട്ടേ പോകത്തുള്ളൂ. എടാ, അതൊക്കെ ശരിയാ. എങ്കിലും നീ ചെന്നിട്ട് വിളിക്കണം കേട്ടോ. ശരി എന്നാ. ദാണ്ടി ഇവിടെ ഒരാളുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അത് കണ്ണി പൊടി പോയതാ, വേറൊന്നുമില്ല. നീ പോയിട്ട് വാ. ബൈ. മാനവ, നീ ചോദിച്ചില്ലേ നന്ദുനോട് എന്തുകൊണ്ട് നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? അവൻ വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. വേണ്ടാന്ന് തറപ്പിച്ച് പറയുന്ന ആളുടെ കാരണം ചോദിച്ചിട്ട് ഇനി വല്ല കാര്യം ഉണ്ടാച്ചാ?
അവൻ ഇവിടുന്ന് പോയിട്ട് ഒരു മാസത്തോളം ആകാറായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് പറ. മാലിന്യാണെങ്കിൽ എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. അവൻ ഒരു കാര്യമായ കാര്യമാണ് ചോദിച്ചതെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അവനെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രേവതിക്കും രേവണതയ്ക്കും നല്ല ആൾക്കാരെ തന്നെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചു. പക്ഷേ ഗൗരിയുടെ കാര്യം ഇനി എങ്ങനെയാ? അവളും നമ്മുടെ കുട്ടി തന്നെയല്ലേ. അവളും മറ്റൊരിടത്തേക്ക് പോകേണ്ടതാണെന്ന് അറിയുമ്പോൾ ഒരു സങ്കടമാണ്. എങ്കിലും എക്കാലം നമുക്ക് അവളെ ഇവിടെ തന്നെ നിർത്താൻ പറ്റില്ലല്ലോ. അവൾക്കും വേണ്ട കല്യാണവും ജീവിതവുമില്ല. അമ്മ പറഞ്ഞ് ശരിയാ. അവൾ അമ്മേന്ന് വിളിക്കുമ്പോൾ തന്നെ അവൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ചിന്ത മുഴുവനും എനിക്ക്. എന്ത് ചെയ്യാനാ? എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ കണ്ണനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാ. അതെന്തായാലും നടക്കുമെന്ന് തോന്നില്ല. കണ്ണൻ ഗൗരിയോട് നേരെ ചൊവ്വയൊന്ന് കാര്യം പോലും പറയില്ല. പിന്നല്ലേ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത്. ഇനി അഥവാ അവൻ കാര്യം പറഞ്ഞാൽ തന്നെ അവൻ്റെ പറച്ചിൽ രീതി അവളൊരു പെങ്ങളെന്ന സ്ഥാനമാണ് നൽകുന്നത്. അതുകൊണ്ട് അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയാൻ കാരണം തന്നെ ഞാനിതൊന്ന് ശ്രദ്ധിച്ചതാ. അവൻ അവളോടുള്ള പെരുമാറ്റം അത്രയ്ക്കും ഒരു പെങ്ങളോടുള്ള പെരുമാറ്റമാണ്. ആൾക്കാണെങ്കിൽ നന്ദു അങ്ങനെയല്ല. അവളോട് കുറച്ചുകൂടി ഫ്രീ ആയിട്ടാണ് കാര്യമൊക്കെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ചില സാഹചര്യങ്ങളിൽ സംശയിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊന്നും ചോദിച്ചില്ല അവനോട്. അവൻ ഓടിപ്പോയത് ഒന്നും മിണ്ടിയില്ല. എന്നാ പിന്നെ അവനോട് ക്ലിയർ ആയിട്ടൊന്ന് ചോദിക്കരുതായിരുന്നു. അപ്പൊ പിന്നെ കല്യാണം നടത്താറില്ലല്ലോ. നമ്മുടെ ഗൗരി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണുകയും ചെയ്തേനെ. തൽക്കാലം നമുക്ക് ചർച്ച പിന്നീടാക്കിയാലോ? ഇപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രശ്മി അമ്മ, എനിക്കിത് വേണ്ട. എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇതെന്ത്? എന്ത് കിട്ടിയാലും കഴിക്കാൻ നിനക്കിപ്പോൾ ഇതൊന്നും വേണ്ടേ? നിനക്കിതെന്താ വേണ്ടേ? അതെടുത്ത് വെച്ച് കഴിക്കാൻ നോക്ക്. എനിക്ക് ശരിക്കും വേണ്ടാഞ്ഞിട്ടാ, പ്ലീസ്. ശരി, എനിക്ക് മുട്ടക്കറി കഴിക്കണ്ട, ചിക്കൻ കറി തരാം. ആ, ഇത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. രാവിലെ തന്നെ നിനക്ക് എന്താ വേണ്ട പറ്റിയത്? മുട്ടക്കറി വേണ്ട, ചിക്കൻ മതി, എന്തായാലും കൊള്ളാം. അമ്മയ്ക്ക് എന്താ അമ്മേ, അവളവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ. കാണാട്ടാ, എൻ്റെ ചിക്കൻ തീർന്നു പോയി. കാണാട്ടൻ തരുമോ? അമ്മേ, അമ്മ പറഞ്ഞ ശരിയാ. ഇതൊക്കെ എന്തോ കുഴപ്പമുണ്ട്.